മലപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറിൽ നിന്ന് MDMA പിടികൂടി. കാൽനടക്കാരായ 2 സ്ത്രീകളെ ഇടിച്ച ശേഷം നിർത്താതെ പോയ ബസ് ഡ്രൈവറിൽ നിന്നാണ് MDMA പിടികൂടിയത്. ചേലേമ്പ്ര പുള്ളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അനസാണ് പിടിയിലായത്. കോഴിക്കോട് വേങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന BSR ബസിന്റെ ഡ്രൈവറാണ് മുഹമ്മദ് അനസ്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? എന്തായാലും പിടിയിലായല്ലോ അല്ലേ? ഈ തുടർ നടപടികൾ എന്താണ്? റോഷ്നി, ഇന്നലെ ഏകദേശം രാവിലെ 10:45 കൂടിയിട്ടാണ് ഈ സംഭവമൊക്കെ തന്നെ നടക്കുന്നത്. കോഴിക്കോട് വേങ്ങര റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന വ്യക്തി. ആ ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്താണ് ഹൈലൈറ്റ് മാൾ ഉൾപ്പെടെയുള്ളത്. ഈ ഹൈലൈറ്റ് മാളിന്റെ മുൻപിലെ റോഡിൽ വെച്ച് ഈ ബസ് പോകുന്നത് വഴി 2 സ്ത്രീകളെ ഇടിക്കുന്നുണ്ട്. അവർ റോഡിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ നിസാര പരിക്കുകളോടെ അവർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടനടി തന്നെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു. അങ്ങനെ ഈ ബസ് ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സമയത്തേക്കും ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെമ്മാടെത്തി മിന്നൽ പരിശോധന അവിടെ നടത്തുന്നു. അങ്ങനെ ഈ ബസ് തിരിച്ചറിഞ്ഞ് ആ ബസ്സിലെ ഡ്രൈവറെ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ആ പോലീസിന് ചില സംശയങ്ങളൊക്കെ തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർന്ന് അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് 0.12 ഗ്രാം തൂക്കം വരുന്ന MDMAയുടെ പാക്കറ്റ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഉടനടി തന്നെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇത് എങ്ങനെയാണ് ലഭിച്ചതെന്ന കാര്യത്തിലൊന്നും കൃത്യമായൊരു വിവരം ഈ അനസ് പോലീസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്മേൽ കൃത്യമായിട്ടുള്ള പരിശോധന അത് ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് തിരൂരങ്ങാടി പോലീസ് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ലഹരി ഉപയോഗിച്ചാണോ ഇയാൾ വാഹനം ഓടിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇനി ലഭിക്കാനുണ്ട്. എന്തായാലും പരിശോധന ബസ്സുകൾ കേന്ദ്രീകരിച്ചും ശക്തമാക്കുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. റോഷ്നി, ശരി. സോണൽ കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്.